പറച്ചിലൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. ഈ രീതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിയുടേത്. മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിലാകെ നേതൃത്വം കൊടുക്കുക, അതേസമയം തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ചെന്ന് താനാണ് മുസ്ലിം സൗഹൃദത്തിൻ്റെ അംബാസഡർ എന്ന് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക. ഇപ്പോൾ അദ്ദേഹം കുവൈറ്റിലാണ് ഉള്ളത്. അവിടുന്ന് ഒരു അവാർഡ് വാങ്ങിക്കഴിഞ്ഞു. വേറൊരു രാജ്യത്ത് ചെന്ന് അവിടെ ഒരു ഹിന്ദു ദേവാലയം തുടങ്ങി. അതിന് ഉദ്ഘാടനം അദ്ദേഹമാണ് നടത്തിയത്. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിൻ്റെ ഏറ്റവും ഉയർന്ന അംബാസഡർ താനാണ് എന്ന് പറയുക മാത്രമല്ല, അതിൻ്റെ ഭാഗമായി അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയായി മുർമുവിനെ നിയമിക്കുകയും ചെയ്തു. അവർ ഒരു പട്ടികവർഗ വനിതയാണ്. എന്നാൽ മണിപ്പൂരിൽ പട്ടികവർഗത്തിൽപ്പെട്ട ഒട്ടേറെ ആളുകൾ അപമതിക്കപ്പെടുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല, കണ്ടതായി ഭാവിക്കുന്നില്ല, കേട്ടതായി ഭാവിക്കുന്നില്ല. അവിടെ എത്രയോ സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത്, എത്രയോ സ്ത്രീകളെയാണ് പരസ്യമായി നഗ്നരാക്കി നടത്തിയത്. ഒരു വാക്ക്, ഒരക്ഷരം മോഡി മിണ്ടുന്നില്ല. അതേസമയം അതിനെല്ലാം മറികടക്കാൻ വേണ്ടി അദ്ദേഹം ഒരു തന്ത്രം പയറ്റി. ആ തന്ത്രം എന്താണ്? ആ തന്ത്രം എന്താണ്? പഴയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്നൊരു ബില്ലുണ്ടായിരുന്നു. ആ ബില്ല് സ്ത്രീ സംവരണ ബില്ലാണ്. അത് അദ്ദേഹം എന്ത് ചെയ്തു? പൊടിതട്ടിയെടുത്തു. അന്ന് എന്താണ് ചെയ്തത്? അന്ന് BJP ആ ബില്ലിനെ മുച്ചൂട് എതിർത്തു. എന്നിട്ടോ അവസാനം സ്ത്രീ പീഡനങ്ങൾ ഇന്ത്യയിലെമ്പാടും ആഞ്ഞടിച്ചപ്പോൾ അതിന് തടയിടാൻ വേണ്ടി മാത്രമായിട്ട് സ്ത്രീ സംവരണ ബിൽ പൊക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പൂർണ്ണ വോട്ടോടെ പാസ്സാക്കി. ഇതെന്തുകൊണ്ടാണ് പൂർണ്ണമായ വോട്ട്? മുഴുവൻ പേരും ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം UPA ഗവൺമെൻറ് കാലത്താണ് ആ ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് എതിർപ്പുണ്ടാകുമോ? പിന്നെ ഇദ്ദേഹം കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് എതിർപ്പുണ്ടാകുമോ? അതാണ് ബുദ്ധി. എന്താ ബുദ്ധി? സ്ത്രീ ശാക്തീകരണം പറയുന്ന ആൾ താനാണ്, താൻ മാത്രമാണ്. ഇനിയൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഈ അവസ്ഥ? അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഈ ബിൽ നടപ്പാക്കേണ്ടി വരികയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ആശ്വാസം. ഇപ്പോൾ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നല്ലോ. അതിൽ ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹം പെരുമാറിയോ? ഇല്ല. അത് സ്ത്രീകൾക്ക് ആവശ്യമായ സംവരണം അദ്ദേഹം കൊടുത്തിട്ടേയില്ല. അപ്പോൾ പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത? വെറുതെ ഒരു കാര്യം പറയുകയാണ്, എന്നിട്ട് ഈ രാജ്യത്തെല്ലാവരും നടന്ന് പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തൻ്റെ ഓരോ പ്രവൃത്തിയും പറച്ചിലും പ്രവൃത്തിയും വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണ് എപ്പോഴും നിൽക്കുന്നത്. ഉദാഹരണം മറ്റൊരെണ്ണം കൂടി നോക്കാം. മനുസ്മൃതിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അത് ഭരണഘടനയിൽ വരണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചിലരെയെല്ലാം അദ്ദേഹം നിയമിച്ചതുകൊണ്ട് കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള ചില പരാമർശങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താ? മനുസ്മൃതിയാണ്. പക്ഷേ ഭരണഘടനയിലെ മതേതരത്വം, ജനാധിപത്യം, സമത്വം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇപ്പോൾ പിന്തുണയ്ക്കുകയാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഭരണഘടന എന്ന് പറയുന്ന പൊട്ടിപ്പൊളിയാണ് എന്ന് വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളുമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആരായി ഭരണഘടനയുടെ സംരക്ഷകൻ? മോഡിയായി. അതാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിനുള്ളത്. അംബേദ്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോഡി കഴിഞ്ഞിട്ടേ ഉള്ളൂ അംബേദ്കറിൻ്റെ കാര്യം നോക്കാൻ അദ്ദേഹമാണ് അംബേദ്കറിൻ്റെ അംബാസഡർ. പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്ന കാലങ്ങളിലൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയല്ലാതെ ഇദ്ദേഹം എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? നെഹ്റുവിനെതിരെ എന്താ കാര്യമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. നെഹ്റു എന്ത് ചെയ്തു? നെഹ്റു ഇന്ത്യയെ പുരോഗമനത്തിലേക്ക് നയിച്ചു.
എങ്ങനെ? പഞ്ചവത്സര പദ്ധതികളിലൂടെ. ആദ്യത്തേത് പട്ടിണിയില്ലായ്മ വരുത്തുന്നതിന് വേണ്ടിയുള്ള പഞ്ചവത്സര പദ്ധതി, രണ്ടാമത്തേത് തൊഴിൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പഞ്ചവത്സര പദ്ധതി, മൂന്നാമത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. അങ്ങനെ തകർന്നു കിടന്ന ഇന്ത്യയെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്നയാളാണ് നമ്മുടെ നെഹ്റു. അദ്ദേഹം കൊള്ളുകയില്ല, അദ്ദേഹം ഒന്നിനും കൊള്ളുകയില്ല എന്ന രീതിയിൽ സംസാരിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ചുരുക്കത്തിൽ ഇന്ത്യക്ക് ഇദ്ദേഹം ഒരപമാനമാണ്. എന്താ കാര്യം? പറയുന്ന കാര്യം ഒന്ന്, പ്രവർത്തനം മറ്റൊന്ന്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മുസ്ലിം വിരുദ്ധത കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ളത്. അതെല്ലാവരും കേട്ടതാണ്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കേട്ടതാണ്. ഇപ്പോഴോ അദ്ദേഹം മുസ്ലിം രാഷ്ട്രങ്ങളിൽ പാട് കിടക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പാട് കിടക്കുകയാണ്. അവിടെ പോകുന്നു, അമ്പലം പണിയുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇരിക്കട്ടെ, ഇന്ത്യക്കാരിത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് തോന്നി. അതുകൊണ്ട് ഇത്രയും പറഞ്ഞെന്നല്ലേ ഉള്ളൂ. താങ്ക് യു.